ഗുഡ്. അപ്പൊ നമ്മുടെ ക്ലാസ് 8 മക്കൾ എല്ലാവരും ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ട് അല്ലെ. എന്തായാലും ചോദിക്കുന്ന 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ദോഹ അല്ലെ. 100% ഉറപ്പായിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഒരു ക്വസ്റ്റൻ പേപ്പർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദോഹ ഉണ്ടെങ്കിൽ 2 ദോഹ പഠിക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് കബീർ ദാസിന്റെ ഒരു ദോഹയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആരുടെയാണ്, യെസ്, നമ്മുടെ റഹീമിന്റെ ഒരു ദോഹയെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് വേഗം എന്താണ് കബീർദാസിന്റെ ദോഹയിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊന്നും നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ കബീർ ആരാണ് എന്നുള്ള കാര്യത്തിലേക്ക് പോവാണ്. കബീർ ഹിന്ദി സാഹിത്യക്കെ സന്ത് ശിരോമണി ഹെ, ആപ്കാ ജീവൻ കാൽ 15वीं सदी में था. അപ്പൊ നമ്മൾ കബീറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമുക്ക് കബീർദാസിന്റെ 2 ദോഹകൾ പഠിക്കാനുണ്ട് അല്ലെ. കബീറിന്റെ ദോഹയുണ്ട്, റഹീമിന്റെ ദോഹയുണ്ട്. അപ്പൊ ഏത് ദോഹയാണ് നമുക്ക് എക്സാമിന് വരിക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 2 നന്നായിട്ട് പഠിച്ചു വെക്കുക. 2 പേരെ കുറിച്ചും കബീർദാസിനെ കുറിച്ചും റഹീമിനെ കുറിച്ചും ഒരു 2-3 സെന്റൻസുകൾ എഴുതാനുള്ള കാര്യം ഒന്ന് എന്തായാലും പഠിച്ചു വെക്കണം. അപ്പൊ കബീർദാസ് ഹിന്ദി സാഹിത്യത്തിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കവിയാണ്. അദ്ദേഹം ജനിച്ച കാര്യം പറയുന്നുണ്ട്. ആപ് കവി ഹി നഹി സമാജ് സുധാരക് ഭി ഥേ. ഒരു കവി മാത്രമല്ല, അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമർ കൂടിയാണ്. നീരു ഓർ നീമ നാമക് ജുലാഹ ദമ്പതിനെ ആപ്കാ പാലൻ പോഷൻ കിയാ था. നീരു ഓർ നീമ എന്ന് പറയുന്ന ആളുകളാണ് അവൻ എന്ത് ചെയ്തെന്ന് നോക്കിയിട്ടുള്ളത് അല്ലെ. നമ്മുടെ കബീർദാസിനെ പാലൻ പോഷൻ, അതായത് പോറ്റി വളർത്തിയിട്ടുള്ളത്. അബ്കി ഗുരു കാ നാം രാമാനന്ദ് ഹെ. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് രാമാനന്ദ് എന്നാണ്. അബ്കി വാണി കാ സംഗ്രഹ ബീജക് കെ നാം സെ പ്രസിദ്ധ ഹെ. അദ്ദേഹത്തിന്റെ കൃതികള് ബീജക് എന്ന് പറയുന്ന പേരിൽ പ്രസിദ്ധമാണ്. ജിസ്കെ 3 ഭാഗ് ഹെ, സാക്കി സബദ് റമായിനി. അതിന് 3 ഭാഗങ്ങളാണുള്ളത്. സാക്കി സബദ് റമായിനി. ആപ്കോ ശാന്തിമയ ജീവൻ പ്രിയ ഥാ, ആപ് അഹിംസ സത്യ സദാചാർ ആദി ഗുണം കെ പ്രശംസക് ഥേ. വളരെ സത്യസന്ധനായിട്ട് അല്ലെ, നോൺ വയലൻസോട് കൂടി ഭയങ്കര അടിപൊളിയായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് കബീർദാസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കവി മാത്രമല്ല, ഒരു സമാജ് സുധാരക അല്ലെ, ഒരു സോഷ്യൽ റിഫോമർ കൂടിയാണ്. ഓക്കെ, ഇനി നമുക്കൊരു നല്ല രസമായിട്ടുള്ള ഒരു ദോഹ പഠിക്കാനുണ്ട്. നോക്കിക്കോളൂ. ബടാ ഹുവാ തോ ക്യാ ഹുവാ, ജൈസെ പേട് ഖജൂർ, പന്ഥി കോ ഛായ നഹി, ഫൽ ലാഗെ അതിദൂർ. അപ്പൊ നമ്മളോട് പറയാണ് ബടാ ഹുവാ തോ ക്യാ ഹുവാ, വലിയവനായി എന്ന് വിചാരിച്ചിട്ട് എന്താണ് കാര്യം? എന്തുപോലെ? ഈന്തപ്പന പോലെ അല്ലെ. നമ്മുടെ ഖജൂറിന്റെ മരം, ജൈസെ പേട് ഖജൂർ, നമ്മുടെ ഈന്തപ്പന പോലെ വലുതായി എന്നുള്ളതിൽ എന്താ കാര്യമാണുള്ളത്? പന്ഥി കോ ഛായ നഹി. പന്ഥി എന്ന് പറഞ്ഞാൽ എന്താണ്? വഴിയാത്രക്കാരൻ. വഴിയാത്രക്കാരന് ഛായ ഇല്ല, തണല് കിട്ടുന്നില്ല ആ മരത്തിൽ നിന്ന്. അതുപോലെ ഫൽ ലാഗെ അതിദൂർ, ആ മരത്തിലെ പഴങ്ങളാണെങ്കിലോ ഒരുപാട് ദൂരത്തുമാണ് ഉള്ളത്. അപ്പൊ എന്താണ് കബീർദാസ് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? നോക്കാം അല്ലെ. കബീർദാസ് ജി കിസി കോ ബടാ യാ ചോട്ടാ ന സമജ്നെ കി ബാത് കഹത്തെ ഹെ. ആരെ എന്താണ് ചെറുതും വലിയവനായിട്ടൊന്നും നമ്മൾ കണക്കാക്കാൻ പാടില്ല അല്ലെ. കിസി കോ ബടാ യാ ചോട്ടാ ന സമജ്നെ കി ബാത് കഹത്തെ ഹെ തദാ കഹത്തെ ഹെ കി ഹമേ ചോട്ടാ സമജ് കർ കിസി കോ ദബാന നഹി ചാഹിയെ. നമ്മൾ ചെറുതാണെന്ന് കരുതിയിട്ട് ഒന്നിനും നമ്മൾ അടിച്ചമർത്താൻ പാടില്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. കൈ ബാർ ചോട്ടി ചീസോ ബി ബഹുത് ദുഃഖ് ദേത്തി ഹെ. ചില സമയങ്ങളിൽ വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ഒരുപാട് വേദന തരാറുണ്ട്. കബീർ ജി കഹത്തെ ഹെ കി കിസി കോ ഛോട്ടാ യാ ബടാ നഹി സമജ്നാ ചാഹിയെ. അല്ലെ, നമ്മളോട് പറയാണ് ഒരിക്കലും ഒന്നിനെ എന്ന് നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരിക്കലും ചെറുതോ വലുതോ എന്ന് ആണ്, അത് ചെറുതാണ് അല്ലെ ഇത് വലുതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിത്രീകരിക്കരുത്. കിസി കോ ഛോട്ടാ സമജ് കർ ഉസേ ദബാന നഹി ചാഹിയെ, കുചൽന നഹി ചാഹിയെ. ആരെയും നമ്മൾ ചെറുതാണെന്ന് പറഞ്ഞിട്ട് അടിച്ചമർത്താനും പാടില്ല. കൈ ബാർ ചോട്ടി ചീസേ ബി ബഹുത് ദുഃഖ് ദേത്തി ഹെ, जिन्हें हम छोटा समझते हैं एक दिन वे बहुत बड़े दुख के कारण भी बन जाती है. वह यह भी कहते हैं कि अगर हमारे मन में शांति है तो हमारा कोई दुश्मन नहीं है. നമ്മുടെ മനസ്സിൽ സന്തോഷം ശാന്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശത്രുക്കളൊന്നും ഉണ്ടാവില്ല. അഗർ ഹം അപ്ന അഹങ്കാർ ചോड़ दे तो सब पर दया कर सकते हैं. നമ്മൾ നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ വിടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരോടും ദയോടുകൂടി വളരെ നല്ല രീതിയിൽ നിൽക്കാനും സഹകരിക്കാനും ഒക്കെ പറ്റും. ഇൻ ദോഹോ മേ ഇൻകി ഭാഷ सरल और भावपूर्ण है. അദ്ദേഹത്തിന്റെ ദോഹകളിൽ അദ്ദേഹത്തിന്റെ ഭാഷ വളരെ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ഭാവപൂർണ്ണ ഹെ. അതിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ കബീർദാസിന്റെ ഈ ഒരു ദോഹയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ബടാ ഹുവാ തോ ക്യാ ഹുവാ. നമ്മൾ വലുതായി എന്ന് വിചാരിച്ചിട്ട് എന്താ? നമ്മൾ വലുതാന്ന് വിചാരിച്ചിട്ട് എന്താ?
എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലാതെ ഈ ഈന്തപ്പന പോലെ നമ്മൾ ഭയങ്കര അടിപൊളി മനുഷ്യനാ, ഞാൻ ഭയങ്കര പണക്കാരനല്ലേ, ഞാൻ ഭയങ്കര വലുതാണെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. അത് ആർക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല ചില സമയത്ത്. ഈന്തപ്പന ഇത്രയും വലുതായിട്ട് എന്ത് കാര്യമുള്ളേ? താഴെ കൂടെ പോകുന്ന യാത്രക്കാരന് ഒരു തണലും കിട്ടുന്നില്ല. അതുപോലെ അതിൽ നല്ല പഴമാണെങ്കിൽ എത്രയോ ദൂരെയാണ് കിടക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അതുപോലെ ബടാ ഹുവാ തോ ക്യാ ഹുവാ, ജൈസെ പേട് ഖജൂർ, പന്തി കോ ഛായാ നഹി പൾ ലാഗെ അതിദൂർ. അപ്പൊ നമ്മളോട് വളരെ രസകരമായിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആശയം വരുന്ന ഒരു ദോഹയാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം, റഹീമിന്റെ ഒരു ദോഹ കൂടി പറയണ്ടേ. നോക്കിക്കോളൂ. റഹീം ഹിന്ദി കെ ലോകപ്രിയ കവിയോ മേ റഹീം കാ നാം മുക്ത് കണ്ഠ് സെ ലിയാ ജാതാ ഹെ. ഇന്ത്യയിൽ ഒരുപാട് ലോകപ്രിയരായിട്ടുള്ള കവികളുടെ പേരുകളിൽ റഹീമിന്റെ പേരും വരുന്നുണ്ട്. ഉൻകാ പൂരാ നാം അബ്ദുൾ റഹീം ഖാൻ ഖാന ഹെ. അബ്ദുൾ റഹീം ഖാൻ ഖാന എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ലാഹോർ നഗരത്തില് പാകിസ്ഥാനിലാണ് ജനിച്ചതെന്ന് പറയുന്നുണ്ട്. അബ് അക്ബർ ബാദ്ഷാ കെ സംരക്ഷക് ബൈരം ഖാൻ കെ പുത്ര തെ. അക്ബർ ചക്രവർത്തിയുടെ സംരക്ഷകനായിട്ടുള്ള ബൈരം ഖാന്റെ പുത്രനായിരുന്നു നമ്മുടെ ഈ റഹീം എന്ന് പറയുന്നത്. റഹീം അക്ബർ കെ ദർബാർ കെ നവരത്നോ മേ സേ ഏക് ദേ. റഹീം എന്ന് പറയുന്നത് നമ്മുടെ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. അറബി, തുർക്കി, ഫാർസി തഥാ സംസ്കൃതി കെ ആപ്പ് പണ്ഡിത്. അദ്ദേഹം അറബി, തുർക്കി, ഫാർസി, അതുപോലെ സംസ്കൃതം, അങ്ങനെ എല്ലാ ഭാഷകളിലും ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിൽ എല്ലാ ഭാഷകളിലും പണ്ഡിതനായിട്ടുള്ള വ്യക്തിയായിരുന്നു റഹീം. സത്സൈ, സിംഗാർ സത്സൈ, റാം പഞ്ചാധ്യായി, റഹീം രത്നാവലി ആദി ഇൻകി രചനായ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള രചനകളാണ്. ഇത്രയും കാര്യങ്ങളാണ് റഹീമിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇനി റഹീമിന്റെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ദോഹ നമുക്ക് പഠിക്കാനുണ്ട്. റഹീം വേ നർ ധന്യ ഹേ പർ ഉപകാരി അംഗ് ബാണ്ടൻ പാരേ കോ ലാഗെ ജോ മെഹന്തി കോ രംഗ്. റഹീം ആ മനുഷ്യൻ ധന്യരാണ്, പരോപകാരത്തിന്റെ ഭാഗമായവർ, പങ്കുവെക്കുമ്പോൾ പകരുന്ന മൈലാഞ്ചി നിറം കണക്കേ. അല്ലെ, പങ്കുവെക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ നമ്മൾ കൈയോട് ഇങ്ങനെ മെഹന്തി ഇട്ട് കൊടുക്കുകയാണ്, നമ്മളെ കയ്യിൽ എന്ത് ചെയ്യും? അത് സ്പ്രെഡ് ആവും. അല്ലെ, അപ്പൊ നമ്മൾക്ക് ആർക്കെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം നമുക്കും കൂടി ഉണ്ടാവും എന്നുള്ളൊരു അർത്ഥം കൂടെ വരുന്നുണ്ട്. അപ്പൊ നോക്കാം റഹീം എന്താണ് പറയുന്നത്. റഹീം കഹത്തെ ഹേ വേ നർ ധന്യ ഹേ ജിൻകാ ശരീർ സദാ സബ്കാ ഉപകാർ ഹെ. ഏത് നരനാണ്, ഏത് മനുഷ്യനാണ് ധന്യനാവുന്നത്? ആ ആളുടെ ശരീരം എല്ലാവർക്കും ഗുണമുള്ളതാവണം. ജിസ് പ്രകാർ മെഹന്തി ബാंटने वाले के अंग पर भी मेहंदी का रंग लग जाता है, उसी प्रकार परोपकारी का शरीर भी सुशोभित होता है. എങ്ങനെയാണോ നമ്മൾ മൈലാഞ്ചി നമ്മൾ വേറൊരാൾക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിന്റെ നിറം നമ്മുടെ കയ്യിലും അവരുടെ കയ്യിലും ആവുന്നത്, അതുപോലെയാണ് പരോപകാരം എന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ ആൾക്കും എന്തുണ്ടായിരിക്കും? നമ്മൾ ആരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കും ലാഭം ഉണ്ടാവും, നമുക്കും നല്ലത് മാത്രമേ വരുള്ളൂ എന്നാ പറയുന്നത് കേട്ടോ. ഹോത്താ ഹെ. ഇസ് ദോഹെ മേ റഹീം कहते हैं कि वे മനുഷ്യ ധന്യ ഹെ जो अपना जीवन परोपकार करके बिताते हैं. എങ്ങനെയാണ് ഏത് മനുഷ്യനാണ് ശ്രേഷ്ഠനാവുന്നത്? സ്വന്തം ജീവിതം ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പരോപകാരം ചെയ്യുന്നത്, അവരുടെ ജീവിതമാണ് ശ്രേഷ്ഠമാകുന്നത്. हमारा जीवन दूसरों को मदद या उपकार करने से ही धन्य होता है. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയും അവർക്ക് ഉപകാരം ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ലൈഫ് ധന്യമാവുകയുള്ളൂ. ജിസ് പ്രകാർ മെഹന്തി ലഗാനെ വാലേ കെ ഹാത്ത് പർ ബി മെഹന്തി കാ രംഗ് ലഗ് ജാത്താ ഹെ. എങ്ങനെയാണോ മെഹന്തി ഇട്ട് കൊടുക്കുന്ന ആളുടെ കയ്യിൽ മെഹന്തിയുടെ ആ നിറം വരുന്നത്, ഉസി പ്രകാർ അതുപോലെ തന്നെ ദൂസറോ കി ബലാ കർനെ വാലേ വ്യക്തി, ബാക്കിയുള്ള ആളുകൾക്ക് നല്ലത് ചെയ്യുന്ന ആളുകൾക്കും അവരുടെ കൂടെയും നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മളോട് എന്താ പറയുന്നത്? പരോപകാരങ്ങൾ ചെയ്യാം. ഓക്കെ, നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ റഹീമിന്റെയും റഹീമിന്റെ ദോഹയും അതുപോലെ കബീർദാസിന്റെ ദോഹയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ദോഹ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് മിസ് വിശ്വസിക്കുകയാണ്. സിമ്പിൾ ആണ്. രണ്ടുപേരുടെ, നമ്മുടെ കബീറിനെ കുറിച്ച് പഠിക്കുക, റഹീമിനെ കുറിച്ച് 1-2 സെന്റൻസുകൾ പഠിച്ചു വെക്കുക. അതുപോലെ ഈ 2 ദോഹയും എന്താണ് അർത്ഥം, അതിന്റെ ഭാവാർത്ഥം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതിന്റെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നല്ല ഗംഭീരമായിട്ട് മിസ്സിന്റെ മക്കൾക്ക് എല്ലാവർക്കും ആൻസർ എഴുതാനും ഫുൾ മാർക്ക് വാങ്ങാനും സാധിക്കും. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ.